എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈസി ആയിട്ടുള്ള കേക്ക് റെസിപ്പി ആയിട്ടാണ്. ചിലരൊക്കെ കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള പേരിൽ കേക്ക് ഉണ്ടാക്കാതെ മാറി നിൽക്കുന്നുണ്ടാവും. അവർക്കൊക്കെ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇതുപോലത്തെ ഒരു കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. എന്നാലും ആ ഒരു കേക്കിന് ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ഒരുപാട് പേര്. അപ്പോൾ ആ ഡൗട്ട്സൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൊക്കോ പൗഡർ യൂസ് ചെയ്യാണ്ട് തന്നെ ചോക്ലേറ്റ് കേക്ക് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. ഈ ഒരു എളുപ്പത്തിലുള്ള കേക്ക് ഉണ്ടാക്കാൻ ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ്. ഇതിൻ്റെ ക്രീം ചോക്ലേറ്റ് ക്രീമാണ്. അപ്പോൾ നമുക്ക് ഒരു കൊക്കോ പൗഡർ ചേർക്കാണ്ട് തന്നെ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടും. ഒരുപാട് പേർക്ക് എന്നോട് ഡൗട്ട് ചോദിക്കാനുള്ളതാണ്, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ചെയ്യാട്ടോ, നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ കൂടുതൽ കൊക്കോ ടേസ്റ്റ് വരുന്ന ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ബോർബോൺ ബിസ്ക്കറ്റൊക്കെ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു ബിസ്ക്കറ്റ് എടുക്കുക. എന്തായാലും ഇത് രണ്ടും കൂടിയിട്ട് ഒരു 160 ഗ്രാം വേണം. ഇതിപ്പോൾ ഏകദേശം ഒരെണ്ണം 82, ഒരെണ്ണം 82 ആണ്. അപ്പോൾ 164 വരും. അത് സാരില്ല, ഒരു 160 ഗ്രാമായിട്ട് ഏകദേശം എടുത്താൽ മതി. നമുക്ക് ആ ഒരു പാക്കറ്റിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ബിസ്ക്കറ്റുകൾ പുറത്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ ബിസ്ക്കറ്റും പുറത്തേക്ക് എടുത്തു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ ക്രീമൊന്നും മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ജസ്റ്റ് കൈ വെച്ചൊന്ന് പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊടിക്കാൻ കുറച്ച് എളുപ്പം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വല്ലാത്ത സൗണ്ടൊക്കെ വരും മിക്സി തിരിയുമ്പോൾ. അപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ആദ്യം അങ്ങനെ ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചെയ്യാൻ മറന്നു. നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യേണ്ടത് അത് ആദ്യം തന്നെ സെറ്റാക്കി വെക്കണം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് ചുറ്റും നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവി കൊടുക്കുകയാണ്. ചെറുതായിട്ട് തടവിയാൽ മതി കേട്ടോ. കൂടിക്കഴിഞ്ഞാൽ പിന്നെ സൈഡൊക്കെ മൊരിയും കേക്കിൻ്റെ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. സാധാരണ പേപ്പറിൽ ഓയിൽ തടവി എടുത്താൽ ബട്ടർ പേപ്പർ ആവും. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പ്രാർത്ഥനാസ് വേൾഡിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ബട്ടർ പേപ്പർ ഇട്ടിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വീണ്ടും ആ ഒരു കേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടിയാണിത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട രണ്ടാമത്തെ ചേരുവ പറയുന്നത് പാലാണ്. 1 ഗ്ലാസ് പാൽ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒഴിച്ച് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് നോക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം ഒരു 3/4 ഗ്ലാസോളം പാലാണ് വേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബിസ്ക്കറ്റിനനുസരിച്ച് ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് നന്നായിട്ട് കുതിർന്ന് നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞ് ആ ഒരു ബാറ്റർ കറക്റ്റായിട്ട് വരും. ബിസ്ക്കറ്റ് നന്നായിട്ട് ഇങ്ങനെ കുതിർന്ന് വരണം. അതിന് വേണ്ടിയിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് വെച്ചിട്ട് ഇളക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് കുതിർന്നോളും. ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി എടുക്കുക. കണ്ടില്ലേ, ഇത്രയ്ക്കും പാൽ എനിക്ക് ബാക്കി വന്നു. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. നമ്മുടെ ആ ഒരു കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചോളൂ. ഈ ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ മോഡൽ ഒരു രീതിക്കാണ് അത് ഇരിക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം ഇനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ചേരുവ ചേർക്കാം. മൂന്നാമത്തെ ചേരുവ നമ്മുടെ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ കേട്ടോ. അത് തെറ്റിക്കരുത്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് മാത്രം ബേക്കിംഗ് പൗഡർ ചേർത്താൽ മതി, ആദ്യം ചേർക്കണ്ട. നമുക്ക് നന്നായിട്ട് കുറേ നേരമൊക്കെ പാലൊഴിച്ച് ഇളക്കേണ്ടതല്ലേ. അപ്പോൾ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്തിട്ട് അങ്ങനെ കുറേ നേരം ഇളക്കുമ്പോൾ ഓവർ മിക്സ് ആവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. 1 ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ടീസ്പൂണ് ആയാലും മതി. ചെറിയ സ്പൂൺ ഉണ്ടാവില്ലേ, അതിൽ ലെവൽ ചെയ്തിട്ടുള്ള 1 ടീസ്പൂൺ. ഇങ്ങനെ കുമിഞ്ഞ് നിൽക്കുന്ന രീതിയിലൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരുപാട് ഇളക്കണ്ട. നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 3 ചേരുവ വെച്ചിട്ടുള്ള ആ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളല്ലേ, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്നട്ടും ബദാമൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ ഇട്ടുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിലത്തെ എയർ ബബിൾസൊക്കെ പോകാനാണ്. എന്നിട്ട് വേണം നമുക്കിത് ചൂടായിട്ടുള്ള നമ്മുടെ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യേണ്ടത് ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ ഇന്ന് എന്നത്തെയും പോലെ തന്നെ ഒരു ചീനിച്ചട്ടിയിലാണ് ചെയ്യുന്നത്. എൻ്റെ ആ ഒരു കുക്കറിൽ അത്രയ്ക്ക് അങ്ങോട്ട് വായവട്ടം കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ചീനിച്ചട്ടിയിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുക്കർ ഉണ്ടെങ്കിൽ കുക്കറായാലും മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് അതിലേക്ക് വെച്ച് കൊടുക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചില കുക്കറിലൊക്കെ ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള കുക്കറുകൾ ഉണ്ടാവില്ലേ, അത് നമ്മൾ ഒരു ഫുഡും അതിൻ്റെ ഉള്ളിലില്ലാണ്ട് ചൂടാക്കാൻ പാടില്ല. സാധാരണ കുക്കർ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ.
ചുവട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ആ പാത്രത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു റിങ് അല്ലെങ്കിൽ എന്തെങ്കിലും മൂടിയൊക്കെ ഒന്ന് കമത്തി വെച്ച ശേഷം അടച്ച് വെച്ചിട്ടാണ് നമ്മൾ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണത്. എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള ആ പാത്രത്തിലേക്കാണ് നമ്മുടെ കേക്ക് ഇറക്കി വെച്ചിട്ട് മൂടി വെക്കേണ്ടത്. പിന്നെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് കുറച്ചൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുക. അതിനുശേഷം ബാക്കിയുള്ള സമയം മുഴുവൻ നിങ്ങളുടെ ഫ്ലെയിമിൻ്റെ ഏറ്റവും ചെറിയ ഒരു ലെവലിലിട്ടിട്ട്, അതായത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് ഏകദേശം ഒരു 20-25 മിനിറ്റൊക്കെ ആയപ്പോഴാണ് ഇത് തയ്യാറായത്. നിങ്ങളുടെ ആ ഒരു ഫ്ലെയിമിൻ്റെ ചൂടിനൊക്കെ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഒരു 20 മിനിറ്റ് ആകുമ്പോൾ തുറന്നു നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു ടൈം ആയിട്ടുണ്ട്. ഞാൻ ഇടയിലൊന്ന് തുറന്നു നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതായിന്ന് തോന്നുന്നു. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ കേക്ക് ഫുള്ളായിട്ട് ബേക്കായി എന്നാണ് അർത്ഥം. ഒട്ടും മാവൊന്നും ഈ ഒരു ടൂത്ത് പിക്കിൽ പിടിച്ചിട്ടില്ല. കണ്ടില്ലേ? ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കേക്കിനെ പുറത്തേക്ക് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു, ക്രീമൊക്കെ കൂടി മിക്സ് ചെയ്യുമ്പോൾ അത് ശരിയാവുമെന്ന്. അപ്പോൾ എന്തായാലും നല്ലൊരു കേക്കായിട്ട് തന്നെ കിട്ടി. നിങ്ങൾക്ക് നല്ലൊരു റെസിപ്പി തന്നെ തരാനും പറ്റി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കേക്ക് മിക്സ് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ ഇത് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് പഠിച്ച് നോക്കൂ. എന്നിട്ട് പിന്നെ നമുക്ക് ഏത് കേക്കും ചെയ്ത് തുടങ്ങാം. ഇതാകുമ്പോൾ നമുക്ക് ബേക്കിംഗ് പൗഡറും പിന്നെ ബിസ്ക്കറ്റും പാലും മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ കാഷ്നട്ടും ബദാമൊക്കെ നമ്മൾ ഓപ്ഷണലായിട്ട് ചേർത്താലേ, അത് വേണമെങ്കിൽ മാത്രം മതി. നട്ട്സ് ഇടുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ കേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിട്ട് ഇളക്കാതിരുന്നാൽ മതി. ഒരേ സൈഡിലേക്ക് തന്നെ, ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു കേക്ക് തന്നെ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോന് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കണം കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട്, നല്ലൊരു ഐഡിയ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്